റിവ്യൂവിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുഖ്യമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച അതിന്റെ ആവശ്യകതയുണ്ടോ? അത് ഇപ്പോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ള രീതിയിലാണ് ന്യൂസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബോധപൂർവ്വം പരാതി എന്നുള്ള വാക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറയുകയാണ്. അപ്പൊ ചോദിച്ചപ്പോ തന്നെ ഞാൻ ഉടനെ അതിനകത്ത് കിടക്കാൻ കാരണം ഇപ്പൊ ഞാനൊരു ന്യൂസ് കണ്ടതുകൊണ്ട് പറഞ്ഞു. പരാതിയായിട്ടല്ല, അത് ഞാനൊരു നിവേദനം അവർക്ക് കൊടുക്കാൻ കാരണം ഗവൺമെന്റ് ഇപ്പോ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചു. ഓക്കെ, ഇപ്പൊ ഈ ബഡ്ജറ്റിൽ അത് അവർ അംഗീകരിച്ചതായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ. അപ്പൊ ഈ വ്യവസായം, സിനിമ ഒരു വ്യവസായമാണെങ്കിൽ ആക്കി അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ചില വെല്ലുവിളികൾ ഇവിടെയുണ്ട്. ആ വെല്ലുവിളികളെ ഒന്ന് പരിഹരിക്കണം. അതിനകത്ത് മെയിൻ സാധനം ഈ റിവ്യൂ ബോംബിംഗ് എന്നുള്ള സംഭവമാണ് ഞാൻ കാണുന്നത്. കാരണം സിനിമകള് ഇപ്പോ നിങ്ങൾക്കറിയോ അറിഞ്ഞോ അറിയില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാണ്. എൻ്റെ അറിവനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം വരെ 200-250 സിനിമ വരെ ഇവിടെ ഷൂട്ട് നടന്നിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ 150 റിലീസ് ചെയ്യും. അപ്പൊ 200 സിനിമ ഇവിടെ ഷൂട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 150 സിനിമ റിലീസ് ചെയ്യും. 50 എണ്ണം പ്രീ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഷൂട്ട് മുടങ്ങിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം 200 സിനിമ തന്നെ കൂട്ടിക്കോളും. തുടക്കം മുതൽ ഈ റിലീസ് ചെയ്യുന്നവരേക്കും ഒരു 200 സിനിമ ഇവിടെ നടക്കുമ്പോൾ ഒരു 40,000 തൊഴിലാളികൾക്കാണ് ഇവിടെ അവസരം കിട്ടുന്നത്. മനസ്സിലായോ? 40,000 പേര് ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 40,000 ജോലി ചെയ്യുന്ന 200 സിനിമകളുടെ ഒരു വർഷത്തെ ടേൺ ഓവർ അല്ലെങ്കിൽ ആ ഒരു വർഷം കൊണ്ട് വരുന്ന നിക്ഷേപം 1000 കോടിക്ക് മേലെയാണ്. അപ്പൊ ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് സിനിമ. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞ സംഭവം ഇതുപോലെ പരാജയപ്പെട്ടാലും സക്സസ് ആയാലും ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലും സർക്കാരിന് ഒരു നികുതി പോകുന്നുണ്ട്. അത് ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, പിന്നെ വേറെ സിനിമാപരമായി ബന്ധപ്പെട്ട ഹോട്ടൽസ്, അതിൻ്റെതായിട്ടുള്ള എല്ലാ രീതിയിലും നികുതി പോകുന്നുണ്ട്. അപ്പോൾ സർക്കാർ അങ്ങനെ അതുകൊണ്ട് മാത്രം അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് സിനിമ ഇൻഡസ്ട്രി ഈ പറഞ്ഞ ഒന്ന് വീണടക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് സർക്കാർ അതിനെ സംരക്ഷിക്കുന്നത്. അതൊരു സംരക്ഷണമാണ് ആക്ച്വലി, അല്ലേ? അപ്പൊ ആ സംരക്ഷണം നടത്തുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ സിനിമയ്ക്ക് ബാധിച്ചിട്ടുള്ളപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ, അപ്പൊ അതിനെ സഹായിക്കാൻ സർക്കാരിനോട് ഞാനൊരു അഭ്യർത്ഥന നടത്തിയതാണ്. അതായത് ഈ റിവ്യൂ ബോംബിംഗ് കൊണ്ട് ഉണ്ടാവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന പോലെ ഈ 200 ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിനിമ ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ, നശിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാതാക്കൾക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ തന്നെ സിനിമ കുറഞ്ഞു. ഇപ്പൊ ഈ വർഷം എനിക്ക് തോന്നുന്ന ആകെ 10-40 സിനിമകൾ ആയിട്ടുള്ളൂ ഇതുവരേക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ കുറഞ്ഞതിന്റെ പേരിലാണ് സർക്കാർ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അംഗീകാരം കൊടുത്തിരിക്കണം സിനിമക്ക്. വ്യവസായം എന്നുള്ള രീതിയിൽ അംഗീകാരം കൊടുക്കാൻ കാരണം എന്താ? നിക്ഷേപകരുണ്ടാവാനും പിന്നെ ലോൺ കിട്ടാനും, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഫണ്ട് എടുക്കുന്നത് ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നോ ബോംബെയിൽ നിന്നൊക്കെയാണ്. അത് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് തന്നെ കേരളത്തിലെ പ്രോപ്പർട്ടികൾ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നേരെ മാറി നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കുറയും. പിന്നെ നമുക്ക് ഇപ്പോൾ 6 മാസം കൊണ്ട് പടം ഫ്ലോപ്പായാൽ പോലും ആ പ്രൊഡ്യൂസർക്ക് പറഞ്ഞു നിൽക്കാനും അടുത്തൊരു മാർഗം അല്ലെങ്കിൽ അടുത്തൊരു പ്രോജക്റ്റ് തുടങ്ങാനുള്ള സാവകാശങ്ങൾ കിട്ടും. മറ്റേതൊന്നും കിട്ടുന്നില്ല പ്രൈവറ്റ് ഫിനാൻസർ ആകുമ്പോൾ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി. പിന്നെ സിനിമ എന്ന് പറഞ്ഞത് ഒരുപാട് നിർവചനങ്ങൾ ഒരു ഏരിയയാണ്. സിനിമ ഒരു വിനോദമാണ്, അതോടൊപ്പം തന്നെ ഈ സിനിമ ഒരു തൊഴിലാണ്. സിനിമ സമൂഹത്തിന്റെ ആത്മാവാണ്, മാധ്യമമാണ്. പല കാര്യങ്ങളിലും സിനിമയാണ് എല്ലാം അവയർനെസ് ജനങ്ങൾക്ക് പലതും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും വലിയൊരു കലയെ സംരക്ഷിക്കുന്നത് സർക്കാർ ഏറ്റെടുത്ത് വലിയ കാര്യമാണ്. പക്ഷെ അതിനെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് ഈ റിവ്യൂവേഴ്സ് ആണെന്ന് പറയാനുള്ള അടിസ്ഥാന ഘടകങ്ങൾ വേറെയാണ്. അതിനകത്തേക്ക് ഞാനിപ്പോൾ വരാം. ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ പരാതിയായിട്ടല്ല ഈ പറഞ്ഞ വിഷയങ്ങൾ അവിടെ ഞാൻ അവതരിപ്പിക്കാൻ കാരണം ഈ റിവ്യൂവേഴ്സ് അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിയാതെയാണോ, അവരെല്ലാം അറിവില്ലായ്മ കൊണ്ടായിരിക്കുന്നതായിരിക്കും. അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു വേതനം കിട്ടുന്നുണ്ടല്ലോ, ഒരു റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ, അല്ലേ? ആ കാണുന്നതനുസരിച്ചിട്ട് അവർക്ക് വ്യൂസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അനുസരിച്ചിട്ട് അവർക്ക് അതെല്ലാം നോർമലി ഇപ്പൊ ഏത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അറിയാം സംഭവം ഉള്ളത് തന്നെ. അപ്പോൾ ഇങ്ങനൊരു സംഭവം അവർ ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള വശങ്ങൾ കൂടെ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരാതിയല്ല ഞാൻ ഈ പറഞ്ഞ നിവേദനം കൊടുത്തത്. അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു സിനിമ ഇപ്പോ ഇവിടെ സൂപ്പർ ഹിറ്റായി എന്ന് പറയുന്നൊരു സിനിമ 200 കോടി അല്ലെങ്കിൽ 250 കോടി വരെ പോകുന്ന സിനിമകളും നിങ്ങൾ 10 പേരെ നിങ്ങൾ പിടിച്ചു നിർത്തി ചോദിക്കുക, 10 പേരെ എങ്ങനെയുണ്ട് സിനിമ എന്ന് വെച്ചാൽ 10 അഭിപ്രായമാണ്. അതായത് എൻ്റെ അറിവിൽ 2018 കാലഘട്ടം അവസാനം ദൃശ്യം സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നടങ്കം
ഏറ്റെടുത്തൊരു മലയാള സിനിമ ഉണ്ടായിട്ടില്ല. 10 പേരെ വിളിച്ചിട്ട് നിങ്ങൾ ഏത് സിനിമ എടുത്തു വെച്ച് ചോദിച്ചു നോക്കിയോ, 10 അഭിപ്രായമാണ്. ഒരു പ്രേക്ഷകനും നിങ്ങളോട് ഒരു സിനിമ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഇല്ല, പേഴ്സണലി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, തീർച്ചയായും വേണ്ടി മാത്രമാണ് സിനിമകൾ ഉണ്ടാക്കുന്നത്. അതെല്ലാ അർത്ഥത്തിലും സ്വീകരിക്കേണ്ട ബാധ്യതയും പ്രേക്ഷകനില്ല. അത് ഒരേപോലെ തള്ളാനും പ്രേക്ഷകന് അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്, ഒരുപാട് കഷ്ടപ്പാടാണെന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡസ്ട്രിക്കുമുള്ള കഷ്ടപ്പാടുകൾ സിനിമയ്ക്കുമുണ്ട്. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേണ്ടി മാത്രമായിട്ടൊരു കഷ്ടപ്പാടില്ലല്ലോ. ഉണ്ട്, അതിൽ കൂടുതലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഷൂ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കഷ്ടപ്പാടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ ഡെയിലി 9 മണിക്കൂർ 10 മണിക്കൂർ ഊബർ ഓടുന്ന ആളുകൾക്ക് കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടിന്റെ മീറ്റർ നിങ്ങൾ ഈ മീറ്റർ അതിന്റെ അളവുകൾക്ക് വ്യത്യാസമുണ്ട്. അല്ല, അത് വേദന കഴിക്കണമെങ്കിൽ കഷ്ടപ്പെടണമല്ലോ. അല്ല, വേതനത്തിന് മാത്രമല്ല. അതാണ് അപ്പൊ നേരത്തെ ചോദിച്ചില്ലേ, പാഷനേറ്റ് എന്ന് പറയുമ്പോ ഈ പാഷനെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മള് ഈ സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ എൻ്റെ സിനിമ എക്സാമ്പിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന സിനിമകൾ ഞാൻ തന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഞാൻ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ആളാണ്. ഇപ്പൊ എന്റെ 3ാമത്തെ സിനിമ തമിഴില് ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റേഴ്സും ആളുകളും ഉണ്ട്, നമ്മൾ ആ സിനിമ ചെയ്യുന്നു. ഇപ്പോ അത് പാഷനേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ തന്നെ കണ്ടെത്തുന്നത്. അതെ, ലോകനന്മയ്ക്ക് വേണ്ടിയല്ലല്ലോ വലിയ സിനിമ. ശരി. അപ്പൊ ഞാൻ ചോദിച്ച ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് ഞാൻ അത് വ്യക്തമാക്കി തരാം. ഇപ്പൊ ചോദിച്ചില്ലേ, ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ യൂട്യൂബിൽ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമയെ പറ്റി നിങ്ങൾ പണം മുടക്കി കണ്ട സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാനോ നമ്മുടെ ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗമുണ്ട്. നമുക്ക് ഇവിടെ ഒരു മൗലിക അവകാശമാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങളൊരു ബിരിയാണി കഴിച്ചു, ബിരിയാണി കൊള്ളില്ല, അതിന് നിങ്ങൾക്ക് ബിരിയാണി അരിയുടെ വിലയോ അല്ലെങ്കിൽ നെയ്യുടെ വിലയോ ബിരിയാണി പാകമോ ഒന്നും അറിയേണ്ടതില്ല. അതുപോലെ ഇത് വളരെ പഴയ ഒരു ചിന്താഗതിയാണ്. നമ്മൾക്ക് സിനിമയെ പറ്റി ആഴത്തിൽ അറിയണം, എഡിറ്റ് പാറ്റേൺ അറിയണം, അല്ലെങ്കിൽ കളർ പാലറ്റ് അറിയണം എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമായില്ല. ഇപ്പൊ നിങ്ങൾ ഷർട്ട് ട്രയൽ റൂമിൽ പോയി ഇടുന്നു, നിങ്ങൾക്ക് അത് ഫിറ്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നു, നിങ്ങൾ തിരിച്ചു വരുന്നു, മറ്റൊരു ഷർട്ട് ഇടുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ എഡിറ്റ് പാറ്റേണോ ക്യാമറയോ ലെൻസോ നിങ്ങൾ ലൈറ്റിംഗ് സെൻസ് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റിവ്യൂ ചെയ്യുന്നത് അല്ല, ഞാൻ എടുത്ത് പറയാം. ഞാൻ പറഞ്ഞതിന് കൃത്യമായ വ്യക്തത തരാം. അതായത് സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ റിവ്യൂവർ, അപ്പൊ പിന്നെ നിങ്ങൾ റിവ്യൂവർ അല്ല, ക്രിട്ടിസൈസർ എന്ന് പറഞ്ഞ പേര്. നിങ്ങൾ റിവ്യൂ ചെയ്യാനാണ്. സിനിമയെ കണ്ടു, ഞാൻ കണ്ട സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ അവകാശമുണ്ട്. ജനാധിപത്യം അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോ, അഭിപ്രായം പറഞ്ഞു, ഞാനും പറയും അഭിപ്രായം. ഈ അഭിപ്രായം പറയുക, അതിന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോ മാനുഷികമായി നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതുപോലെ ഇത്ര ആളുകൾ, ഞാൻ പറയുന്നത് മാനുഷികമായിട്ടൊക്കെ ആലോചിക്കുമ്പോ പല റിവ്യൂവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടൊരു പരാതി, ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ അതിനൊരു റിലാക്സേഷൻ സ്പാൻ എന്നൊക്കെ പറയുന്ന ഒരു ലൈഫ് സ്പാൻ കൊടുക്കണം, 3 ദിവസം കൊടുക്കണം എന്നൊക്കെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ 3 ദിവസങ്ങൾ റിവ്യൂവേഴ്സ് കാത്തിരിക്കുമ്പോൾ സിനിമ തിയേറ്ററിൽ ഇല്ല എന്നൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. പലപ്പോഴും പല സിനിമകളും കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവിടെ സിനിമ ഉണ്ടാവുന്നില്ല. പല സ്റ്റാർസിന്റെ സിനിമകൾ മാത്രമാണ് ചിലപ്പോൾ 3 ദിവസമൊക്കെ താണ്ടി അവിടെ ഉണ്ടാവുന്നത്. അപ്പോ റിവ്യൂസ് ആദ്യ ഷോ കണ്ട് ആദ്യം റിവ്യൂ ചെയ്യുമ്പോ അതിനെ അതിജീവിക്കാനുള്ള മെറ്റീരിയൽ നിങ്ങൾ സിനിമയിൽ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. അങ്ങനെയല്ല അതിനെ മറുപടി. അതാണ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് വീണ്ടും ഞാൻ ബാക്കിലേക്ക് പോകേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, ഒരു റിവ്യൂവർ ഇരുന്ന് പറയുന്ന ഈ പറഞ്ഞ റിവ്യൂ കേട്ടിട്ട് ഞാൻ പറയണ 10 പേരിൽ ഒരാൾക്ക് വരാനുള്ള സമയം കിട്ടുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടാണ്ടാവുമ്പോൾ നിങ്ങളുടെ 3-ാം ദിവസം സിനിമ തിയേറ്ററിൽ പോകും. അത് അതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ അല്ല, ഒരു മിനിറ്റ് ഇപ്പൊ ചോദിച്ചു അപ്പൊ തന്നെ പറഞ്ഞറിഞ്ഞു പോയാൽ അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാനും വിട്ടു. ഇപ്പൊ ചോദിച്ചില്ലേ ഫിലിം മേക്കറുടെ മാത്രം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്. 10 പേരിൽ ഒരാൾ എന്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അത് ഫിലിം മേക്കറിന്റെ കുഴപ്പമില്ലെന്ന്. ഇനി നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ, സിനിമയ്ക്കുള്ളിൽ അല്ലെങ്കിൽ സിനിമ നടക്കുന്ന കാലഘട്ടത്തും ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടം, മുന്നോട്ടെന്ന് ഞാൻ പറയൂല, ചിലപ്പോൾ വളരെ അടുത്ത് തന്നെ ഈ സംഭവം തീരും. എങ്ങനെയാണെന്നറിയോ, മനുഷ്യന് 7 എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ 7 ഇമോഷൻസേ ഉള്ളൂ. മനസ്സിലായോ? ഈ 7 ഇമോഷൻ വെച്ചിട്ടാണ് ഈ കണ്ട കാലം മൊത്തം ഇവിടെ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഏത് സിനിമയ്ക്കും ഒരു എലമെന്റ് പഴയ സിനിമയിൽ കണക്റ്റഡ് ഉണ്ടാവും. കാരണം ഈ 7 ഇമോഷൻ ഉള്ളൂ മനുഷ്യന്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഈ ഇമോഷൻ വെച്ചിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കഥ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടുപഴകിയ സിനിമകളിൽ നിന്നും ചില സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെറ്റർ എന്ന് തോന്നുന്ന സിനിമകളാണ് ഇവിടെ സൂപ്പർ ഹിറ്റ് ആവുന്നത് ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ ഘടകങ്ങൾ ഒന്ന്
നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് സ്റ്റാർഡം, അപ്പൊ തന്നെ ഒരു പോസിറ്റീവോടെ കിട്ടി. ഉം. രണ്ടാമത്തത് കഥ പഴയതാണെങ്കിലും ഒരു പുതുമയുണ്ടെന്ന് പറയുന്നത് ആ സിനിമയുടെ ടോട്ടാലിറ്റിയെ ബാധിക്കുന്നതാണ്. അപ്പോൾ പരസ്യം കൊണ്ടും അതിനകത്ത് സോങ് കൊണ്ടും, ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും അവരെ അട്രാക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹ്യൂമർ സീക്വൻസുകളായിരിക്കും. അങ്ങനെ പല ഘടകങ്ങളിലാണ് അത് വന്നു ചേരുന്നത്.